അർജുൻ, നേരത്തെ നമ്മൾ കുറച്ച് ചേട്ടന്മാരെ കുറിച്ച് അവിടെ പറയായിരുന്നു. അവർ നേരത്തെ വന്ന് റെഡിയായി നിൽക്കുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇപ്പുറത്ത് ശാസ്തമംഗലത്ത് സുരേഷ് ഗോപി വോട്ട് ചെയ്യാനായി എത്തിയത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ പറയൂ അർജുൻ. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് കരകുളം ഗ്രാമപഞ്ചായത്തിലാണ്. കരകുളം ഗ്രാമപഞ്ചായത്തിലെ മുക്കോല വാർഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വോട്ടർമാരുടെ നിര ഇപ്പോൾ തന്നെ ഒരു 3-4 ചേട്ടന്മാർ ഇപ്പോൾ വോട്ടെടുപ്പിന് വേണ്ടി കാത്തു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ അതിരാവിലെ തന്നെ വോട്ടർമാരൊക്കെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. വോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. മോക്ക് പോളിംഗ് നടപടികൾ ആരംഭിച്ചു. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ 7 മണി കൃത്യത്തിന് വോട്ടെടുപ്പ് തുടങ്ങും എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ചേട്ടന്മാരോട് നമ്മൾ നേരത്തെ സംസാരിക്കുകയായിരുന്നു. അതിനിടയിലാണ് സുരേഷ് ഗോപി കയറി വന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ്. അതെ, വലിയ ആവേശത്തിലാണ്. ആഘോഷമാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഉത്സവം, ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. അതെ, അതുകൊണ്ടാണോ രാവിലെ എഴുന്നേറ്റ്? അതെ, രാവിലെ 5 മണിക്ക്. ഇന്നലെ രാത്രി ഒരു 3-4 തവണ ഉറക്കം എഴുന്നേറ്റ് ഉണ്ടാവും. വോട്ട് ചെയ്യാനുള്ള ആവേശം. ആവേശത്തില്. ചേട്ടൻ അങ്ങനെയാണ്. രാവിലെ ജോലിക്ക് പോകാനാണ്. വോട്ട് പാഴാക്കണ്ടെന്ന് നേരത്തെ മുന്നേ തന്നെ വോട്ട് ചെയ്തിട്ട് പോവാം. അതെ, ജോലിക്ക് പോകാനുള്ളവരുടെ ഒക്കെ ഒരു ഇതാണ്. അതായത് രാവിലെ വന്ന് തിരക്കാവുന്നതിന് മുന്നേ, പോളിംഗ് ബൂത്തിൽ തിരക്കാവുന്നതിന് മുന്നേ തന്നെ വരിക, വളരെ പെട്ടെന്ന് വോട്ട് ചെയ്യുക, പിന്നീട് മടങ്ങുക. സ്ഥാനാർത്ഥി ഉൾപ്പെടെ വോട്ട് ചെയ്യാനുള്ള സ്ഥാനാർത്ഥിയാണല്ലേ? അതെ, വോട്ട് ചെയ്യാനുള്ള ക്യൂവിലാണ്. അപ്പോൾ ഈ വാർഡിൽ തന്നെയാണോ? ഈ വാർഡിൽ തന്നെ. എന്തായാലും ഈ വാർഡിലെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ വോട്ട് ചെയ്യാനുള്ള ക്യൂവിലാണ്. ഇവിടെ മോക്ക് പോളിംഗ് നടപടികൾ ഉൾപ്പെടെ ഈ പറയുന്ന പോളിംഗ് ബൂത്തിനകത്ത് പൂർത്തിയായിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസറും മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാം അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസറോട് വന്നത് എല്ലാ മോക്ക് പോളൊക്കെ കഴിഞ്ഞു. എല്ലാം ഓക്കെയാണ്. സക്സസ് ആയിരുന്നു. ഇനിയിപ്പോൾ വോട്ട് ചെയ്താൽ മതി. വോട്ട് ചെയ്താൽ മതി. വോട്ടർമാരൊക്കെ പുറത്ത് ക്യൂവിൽ നിൽക്കുകയാണ്. വോട്ട് ചെയ്യാനുള്ള ക്യൂ കാത്തിരിപ്പാണ്. നമ്മൾ 7 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. മോക്ക് പോളൊക്കെ നടപടികളൊക്കെ കഴിഞ്ഞ് വോട്ടെടുപ്പിന് കാത്തു നിൽക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടിയുണ്ട്. ആ 15 മിനിറ്റ് വളരെ പെട്ടെന്നൊക്കെ പൊക്കോട്ടെ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. കാരണം അതിനു വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ് കൂടിയാണ്. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വോട്ടെടുപ്പിന് സാധാരണഗതിയിൽ മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷൻ ചെയ്യുന്ന പോലുള്ള 3 ഈ പറയുന്ന EVM മെഷീനുകളുണ്ടാവും. ആ 3-ലും 3 സ്ഥാനാർത്ഥി 3 തരത്തിൽ, ഒന്ന് ഗ്രാമപഞ്ചായത്ത്, ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ആ 3-ലും അവർക്ക് ആർക്കാണോ ചെയ്യേണ്ടത് ആ 3 സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യണം. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോട്ടർ വന്നു കഴിഞ്ഞാൽ 3 വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. 3 EVM മെഷീനുകളിലായി അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് നേരെ അമർത്തി കൃത്യമായി വോട്ട് വന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങാൻ വേണ്ടി പാടുള്ളൂ. വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട്, അതായത് ഒരു പോളിംഗ് മെഷീൻ കണ്ടപ്പോൾ അവിടെ വിരലമർത്തി മടങ്ങുക എന്നുള്ളതല്ല. 3 EVM മെഷീനുകളുണ്ടാവും. ഈ 3 EVM മെഷീനുകളും കൃത്യമായി ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് മടങ്ങുന്നതിന് വേണ്ടി അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഈ കരകുളം പഞ്ചായത്തിന്റെ AR ഉൾപ്പെടെ വോട്ട് ചെയ്യാനുള്ള ക്യൂവിലാണ്. വിളവൂർക്കൽ പഞ്ചായത്തിന്റെ വോട്ട് ചെയ്ത് വേണം അങ്ങോട്ട് വോട്ട് ചെയ്തിട്ട് പോകാം. കാരണം കുറെ വർഷങ്ങളായിട്ട് ബൂത്തിൽ വോട്ട് ചെയ്യാറില്ല. അപ്പൊ ആ ഒരു ഫീൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ നേരിട്ട് വോട്ട് ചെയ്യാം. അതെ, പോസ്റ്റൽ ബാലറ്റ് ആയാലും പിന്നെ സാധാരണ പോസ്റ്റൽ ബാലറ്റ് കിട്ടും. അതെ, പോസ്റ്റൽ ബാലറ്റാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ ആ ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക ഫീലാണ്. അത് കുറെ കാലം ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് അടുത്താണ്. അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അങ്ങ് പോകണം, വിളവൂർക്കലും പോകണം. അതെ, അതായത് ഇതിന് തൊട്ടടുത്തുള്ള ഒരു പഞ്ചായത്തിലെ ARO ആണ്, അവിടുത്തെ ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളതാണ്. പക്ഷേ എന്തായാലും ഇവിടെ നേരിട്ട് വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളതൊരു പ്രത്യേക ഫീലാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ് തെരഞ്ഞെടുപ്പ്. കാരണം ആ ആവേശം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇനിയും ഒരു 10-15 മിനിറ്റ് ബാക്കി നിൽക്കുന്ന, പോളിംഗ് ആരംഭിക്കാൻ ബാക്കി നിൽക്കുന്ന സമയത്ത് പോലും ഇപ്പോൾ ഇവരെ നമുക്ക് ക്യൂവിൽ കാണാൻ വേണ്ടി കഴിയും. ഒരു 6-7 പേര് ഇപ്പോൾ തന്നെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും 6-7 പേര് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണുള്ളത്. അതായത് അത്രയും ആവേശത്തിലാണ് ജനങ്ങൾ ഈ തീർച്ചയായിട്ടും ആവേശം ഇത്തവണ കുറച്ച് കൂടുതലാണ്. ആവേശം ഇപ്പോൾ അർജുന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളിൽ നിന്നും കേൾക്കാം. ഒരുപാട് പേർ ഇപ്പോൾ തന്നെ വോട്ടെടുപ്പിന് തയ്യാറായി കഴിഞ്ഞ് വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറായി ഇപ്പോൾ ബൂത്തുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് വീണ്ടും എത്താം. ആ വിശദാംശങ്ങളിലേക്കും വിഷയങ്ങൾ